ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിന്, അതിന് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ നടന്ന് വരികയാണ്, അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ഫ്രണ്ട് വന്ന് നിന്നിട്ടുണ്ടായിന്, അങ്ങനെ അവളെയും കൂട്ടി നമ്മൾ പോവുകയാണ്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഓരോ ആൾക്കാർ അവിടെ നിന്നിട്ടുണ്ടായിന്, പിന്നെ അങ്ങനെ അവരെയൊക്കെ കൂട്ടി പോവുകയാണ്. പിന്നെ മാത്രമല്ല, ഞങ്ങൾ 5 പേരാണ് ഈ ഭാഗത്തുനിന്ന് പോകാനുള്ളത്, ബാക്കിയുള്ളവരൊക്കെ കണ്ണൂരേക്ക് എത്താമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഞങ്ങൾ കണ്ണൂർ പോകുന്നത് ടർക്വൈസിലാണ് ഇവിടെ. അപ്പം ഇവിടുത്തെ എന്താ പറയണ്ടേ, നല്ലൊരു സ്പേസാണ്. പക്ഷേ നല്ലൊരു പ്ലേസ് തന്നെ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് നല്ല വ്യൂ ഉണ്ടാകുക. കാരണം എന്ന് വെച്ചാൽ പകൽ അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ രാത്രിയാണെങ്കിൽ നല്ലൊരു വ്യൂ ആയിരിക്കും. കാരണം ഫുൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല ഉണ്ടാകും, നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു വലിയൊരു അത്ര നീറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും പിന്നെ കുറേ കാര്യം അങ്ങനെ സംസാരിച്ച് അങ്ങനെ എൻജോയ് ആക്കി അടിയിരുന്ന് അങ്ങനെ ഓരോ ആൾക്കാർ എങ്ങനെ നമ്മൾ സംസാരിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിയുമ്പോഴാണ് ഓരോ ആൾക്കാരായിട്ട് വന്നിട്ടുണ്ടായത്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു, കുറേ സമയം അങ്ങനെ ഓരോ ഫ്രണ്ടായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ബാക്കിയുള്ളവരും വരാനുണ്ട്, അപ്പോഴത്തേക്ക് ഫുഡ് ഓർഡർ ആക്കാം, പിന്നെ കുറേ സമയം അതിന് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ആക്കാണ്. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതൊക്കെ കേട്ട് അങ്ങനെ ഫുഡൊക്കെ ഓർഡറാക്കി. പിന്നെ കുട്ടികളൊക്കെ അത്യാവശ്യം ചോറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡറാക്കി ഒരു സ്പീഡിലൊന്ന് കൊണ്ടുവരണേ, കുട്ടികളൊന്ന് അത്യാവശ്യം സൈലൻ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് വരുത്തിച്ച് പിന്നെ അങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവർ അതുകൊണ്ട് ഓക്കെ ആയി. പിന്നെ രണ്ട് ഫ്രണ്ട്സും കൂടി വരാനുണ്ടായിരുന്നു. പിന്നെ അവരും അങ്ങനെ വന്ന് അങ്ങനെ അവർ വന്നതിൻ്റെ അവരോടുള്ള ഇങ്ങനെ സംസാരിച്ചിരുന്ന് അപ്പോഴത്തേക്കാണ് ഞങ്ങൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വന്നത്. പിന്നെ സലാഡാണ് പിന്നെ വരുത്തിച്ചിട്ടുണ്ടായത്, പിന്നെ പാസ്ത വരുത്തിച്ചിട്ടുണ്ടായി. അപ്പം സലാഡെല്ലാം അടിപൊളിയാണ് കേട്ടോ, സലാഡ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് അവിടുത്തെ പിസ്സ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ലോഡഡ് ഫ്രൈസാണ് വരുത്തിച്ചിട്ടുണ്ടായത്. ലോഡഡ് ഫ്രൈസ് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല, എന്നാലും പിസ്സ അടിപൊളിയാണ്. ലോഡഡ് ഫ്രൈസ് പോരാ. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ട് കേട്ടോ, അത് നല്ല അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ നമ്മൾ പിന്നെ വരുത്തിച്ചത് ഫ്രഷ് ജ്യൂസാണ്, അത് ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് വരുത്തിച്ച്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോവുകയാണ്, ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ആ കാണുന്നതാണ് അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ അതിനായിട്ട് മുന്നേ ഇവിടെ കേക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഇത് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടത്തേക്കാണ് പിന്നെ ഫസ്റ്റ് പോയത്. എന്നിട്ട് അവളുടെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ കേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കേക്ക് ഒരു 3 ഐറ്റംസ് ആയിട്ടും അങ്ങനെ ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ഓർഡർ ആക്കിയത് ന്യൂട്രലൻറ്റും പിന്നെ ചീസ് പിന്നെ ഏതാണെന്ന് നമുക്ക് ഓർമ്മയില്ല. അങ്ങനെ ഏതെല്ലോ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. പക്ഷേ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും കേക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കേക്കും കഴിച്ച് പിന്നെ അവിടെ ഞങ്ങൾ കുറേ സമയം സംസാരിക്കാനും ഇരിക്കാനൊക്കെ പറ്റി. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് എല്ലാവർക്കും അതേപോലെ ഇഷ്ടമായി, നല്ല അടിപൊളിയായിട്ടോ, കേക്കൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത്ര മെമ്പേഴ്സ് ആട്ടോ, നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇത്ര ആൾക്കാരായിരുന്നു നമ്മൾ മീറ്റ് ചെയ്തത്. അപ്പം നല്ല ഹാപ്പി ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയായാലും മിസ്സാക്കാറില്ല, എങ്ങനെയെങ്കിലും വരാൻ പങ്കെടുക്കാൻ നോക്കലുണ്ട്. അപ്പോൾ ഇവൾ കേക്ക് ഓർഡർ ആക്കാൻ നിന്നിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ അവളുടെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്, നമ്മൾ പെയ്യാമ്പലം ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അവിടെ നിന്ന് ജസ്റ്റ് ഒരു വ്യൂ എടുത്തതാണ്. പിന്നെ അവളുടെ റൂമിലേക്ക് പോയി. ഇതാണ് റൂമൊക്കെ കാണാൻ നല്ല ഇതുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. 3 ബെഡ്റൂം കാര്യങ്ങൾ സൗകര്യമുള്ള നല്ലൊരു ഇത് തന്നെ. അങ്ങനെ അവിടെയൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത്, അവിടെ നല്ല വ്യൂ ആട്ടോ, പുറത്തുനിന്നൊക്കെ നല്ല വ്യൂ ആയിരുന്നു. അപ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളവിടെ സംസാരിക്കാനിരിക്കേണ്ട തിരക്കിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൾക്ക് പെട്ടെന്ന് പോകണമെന്നുകൊണ്ട് അവൾ പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.